നമ്മൾ ഇന്നത്തെ എല്ലാ കാർസും ടർബോ ചാർജ്ഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ടർബോ ചാർജ്ഡ് വണ്ടി വരുമ്പോൾ അത് ഒബ്വിയസ്ലി ടർബോ ഉണ്ടാവും. ആ ടർബോ എന്താ ചെയ്യുന്നത്? എയറിനെ കംപ്രസ് ചെയ്യുന്നു. എയർ കംപ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീറ്റഡ് ആവും. അപ്പോൾ അതിൽ ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പെർഫോമൻസ് കുറയും. നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ അങ്ങനത്തെ കംപ്രസ്ഡ് എയറിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി OEM വരുന്ന ഇന്റർകൂളേഴ്സ് കുറച്ചും ഭയങ്കര സ്ലിമ്മാണ്. അപ്പോൾ അതിന് ഹീറ്റ്സ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് കുറയും. അവിടെയാണ് ഇങ്ങനത്തെ അപ്ഗ്രേഡഡ് ഇന്റർകൂളേഴ്സിന്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഇന്റർകൂളേഴ്സിന് 2 ടൈപ്പ് വരുന്നുണ്ട്. നോർമൽ എയർ ടു എയർ, ഇത് എയർ ടു എയർ ആണ്. നോർമൽ കംപ്രസ് ചെയ്ത് ഇവിടെ പാസ് ചെയ്ത് പോകുന്നു. നോർമൽ പുറത്തുനിന്നുള്ള എയർ ഇതിലോട്ട് ഇമ്പാക്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൂളാവും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചാർജ് കൂളേഴ്സ് ആണ്. അതായത് കൂളൻ്റ് എന്നുള്ളൊരു ലിക്വിഡ് മീഡിയം വെച്ചിട്ട് ഈ കംപ്രസ് എയറിനെ തണുപ്പിക്കുന്നു. അപ്പോൾ BMW എം കാർസ് അല്ലെങ്കിൽ അങ്ങനത്തെ AMGs അങ്ങനത്തെ എല്ലാം വണ്ടിക്ക് കൂടുതലും ചാർജ് കൂളേഴ്സ് ആണ് ഇന്നത്തെ കാലത്ത് വരുന്നത്. കാരണം കുറച്ചും കൂടിയും അതിന്റെ ഹീറ്റ് സോക്ക് കപ്പാസിറ്റി നല്ല രീതിക്ക് അതിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂളൻ്റ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡിപ്പെൻസ് നമ്മുടെ ഒരു വണ്ടിക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ കൂടുതലും ചാർജ് കൂളേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്ന ബേസിക് കാരണം അതിൻ്റെ എഫിഷ്യൻസി ബെറ്റർ. കാരണം കൂടുതലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആകുമ്പോൾ കൂളിംഗ് നടക്കില്ല ഇങ്ങനത്തെ എയർ ടു എയർ ആകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ചാർജ് കൂളേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ ദാറ്റ് നല്ല കൂളിംഗ് ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം പെർഫോമൻസ് ബെറ്റർ ആവും.